നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞാൻ പോയി വിളിച്ചാൽ അവൾ എന്റെ കൂടെ വരും. അവൾ എന്റെ മോളാ. എന്നെ വിഷമിപ്പിക്കില്ല അവള്. നീ വാ. നമ്മളിപ്പോ അവിടെ ചെന്നിട്ട് അച്ഛനോട് എന്താ പറയാ? സത്യം അതുപോലെ തന്നെ പറയുന്നില്ല ഏട്ടത്തി നല്ലത്. എപ്പോഴായാലും അച്ഛനിതറിയും. പിന്നെ നമ്മളായിട്ട് എന്തിനാ മറച്ചു വെക്കുന്നത്? ഏത് രീതിയിൽ കാര്യം അവതരിപ്പിച്ചാലും അച്ഛനത് താങ്ങാൻ പ്രയാസമായിരിക്കും. അതാലോചിക്കുമ്പോഴേ എനിക്ക്. സന്ദീപേ, നീ വണ്ടി ഇരിക്കും. അവന്റെ അടുത്തേക്ക് തന്നെ പോവാൻ നമുക്ക്. എന്നിട്ട് അവന്റെ കൈയും കാലും തല്ലി ഒടിച്ച് അവളെ പിടിച്ചോണ്ട് വരാം. അതിന്റെ പുറകെ വരുന്ന കേസൊക്കെ ഞാൻ നോക്കിക്കോളാം. നന്ദേട്ടാ, നിയമപ്രകാരമായി സ്നേഹ ധനുഷിന്റെ ഭാര്യയായി കഴിഞ്ഞു. ഇനിയും എത്രയൊക്കെ തിരിച്ചു വിളിച്ചാലും അവള് അവന്റെ ഒപ്പം നിൽക്കൂ. ഇനിയും നമുക്കതിലൊന്നും ചെയ്യാൻ കഴിയില്ല. അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ തന്നെ നമ്മൾ കുറ്റക്കാരാവുള്ളൂ. പിന്നെ എന്ത് വേണമെന്ന് അർച്ചന പറയുന്നത്? ഇതൊക്കെ കണ്ടു കേട്ടും മിണ്ടാതിരിക്കുന്നു. ഒരു കാര്യം ഞാൻ പറയാം. ഇതൊക്കെ അറിയുമ്പോ നമ്മുടെ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചാ അവനെ ഞാൻ തീർക്കും. അത്രയ്ക്ക് ദ്രോഹ അവിടെ ഇപ്പൊ കാണിച്ചത്. കളഞ്ഞേക്കേട്ടാ. ഇങ്ങനെ ഒരുത്തി കൂടെ പുറപ്പായിട്ട് ഇല്ലെന്ന് കരുതിയാ മതി. എല്ലിശ്ശേരി വീടിന്റെ 7 അയലത്ത് പോലും രണ്ടിനെ അടുപ്പിക്കരുത്. അച്ഛനോട് നമുക്ക് പറയേണ്ട രീതിയിൽ തന്നെ പറയാം. അച്ഛനത് മനസ്സിലാവും. അവന്തികേ, എന്താ? നീ വണ്ടി എടുക്ക. നമുക്കൊന്ന് പുറത്തു പോണം. അല്ലച്ചാ, ചോദിക്കുന്നോണ്ടൊന്നും കരുതരുത്. എവിടേക്കാണെന്ന് പറഞ്ഞാ? സ്നേഹ എവിടെയാണുള്ളതെന്ന് വെച്ചാ അവിടേക്ക് തന്നെ. എനിക്ക് അവളെ ഉടനെ കാണണം. തിരിച്ചു വിളിച്ചോണ്ട് വരണം. അല്ലച്ചാ, അത് നന്ദേട്ടൻ ഉൾപ്പെടെ ഞങ്ങളെല്ലാവരും പറഞ്ഞിട്ടും അവൾ അവനോടൊപ്പമാ പോയത്. അത് ഞങ്ങൾക്ക് നല്ല വിഷമാവുകയും ചെയ്തു. അതേപോലെ അച്ഛൻ പോയി വിളിച്ചിട്ട് അവൾ വന്നില്ലെങ്കിൽ അതിപ്പോഴത്തെക്കാളും അച്ഛന് വിഷമമുണ്ടാക്കും. അതുകൊണ്ട് ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ അച്ഛാ. ഒന്നും ആലോചിക്കാനില്ല.
ഞാൻ പോയി വിളിച്ചാൽ അവൾ എന്റെ കൂടെ വരും. അവൾ എന്റെ മോളാ, എന്നെ വിഷമിപ്പിക്കില്ല അവള്. നീ വാ. എന്തായി മോനെ, അവൾ എന്തു പറഞ്ഞു? ഞാൻ അവളുടെ അടുത്തേക്ക് പോകാൻ തുടങ്ങുമായിരുന്നു. ഞാൻ വിളിച്ചു കൊണ്ടുവരാം അവളെ. അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി പോവാം. ഞങ്ങൾ ചെന്നിട്ടും സ്നേഹ ധനുഷിനൊപ്പം പോയച്ച. ഞങ്ങൾ പറഞ്ഞൊന്നും അവള് കേട്ടില്ല. അവള് വലിയ വാശിയില്ല. നമ്മള് അങ്ങോട്ട് പോവാതിരിക്കുന്ന നല്ലത്. അതെ അച്ഛാ, ഞങ്ങളുടെ കൺമുന്നിൽ വെച്ചാണ് അവൻ അവളുടെ കഴുത്തിൽ താലി കെട്ടിയത്. ഞങ്ങൾക്ക് തടയാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, അവളുടെ സംസാരം ഞങ്ങളെ വല്ലാതെ വേദനിപ്പിക്കുകയും ചെയ്തു. ഇനി അച്ഛനും കൂടി അവളുടെ അടുത്ത് പോയി നാണം കിടണ്ട. അപ്പോ ഞാൻ നേരിട്ട് പോയി വിളിച്ചാലും ഇനി അവൾ വരില്ലെന്നാണോ നിങ്ങൾ പറയുന്നത്? അച്ഛാ, ധനുഷും സ്നേഹയും ഇപ്പൊ ഭാര്യ ഭർത്താക്കന്മാരാ. നിയമപരമായി അവർ വിവാഹം ചെയ്തു കഴിഞ്ഞു. ഇനിയും അവരെ പിരിക്കാൻ നോക്കുന്നത് ഏത് രീതിയിലും തെറ്റാണ്. പോലീസ് പ്രൊട്ടക്ഷനും നിയമമൊക്കെ അവന്റെ കൂടെ നിൽക്കും അച്ഛാ. നമ്മളാരെയും അവൾക്ക് ആവശ്യമില്ലാത്ത മട്ടില്ല അവൾ ഞങ്ങളോട് സംസാരിച്ചിട്ട് പോയത്. അവള് പോകുന്നെങ്കിൽ പോട്ടെ അച്ഛാ. നമ്മളെ വേണ്ടാത്തവരെ മനസ്സിലാക്കാത്തവരെ നമുക്കെന്തിനാ? അവള് അവന്റെ ഒപ്പം പോയി ജീവിക്കട്ടെ. അങ്ങനെ ജീവിച്ചു തുടങ്ങുമ്പോ അവന്റെ തനി നിറം അവൾക്ക് മനസ്സിലാവും. അതോടെ അവളൊരു പാഠം പഠിച്ചോളൂ. അപ്പൊ അവൾക്ക് മനസ്സിലാവും നമ്മൾ പറയുന്നതൊക്കെ സത്യമായിരുന്നു എന്ന്. അങ്ങനെ ഒരു വാശി നമ്മൾ കാണിക്കുമ്പോ തകരുന്നത് അവളുടെ ജീവിതം തന്നെയാ. അവൻ ആരെന്നും അവന്റെ സ്വഭാവം എന്താണെന്നും അവൾ മനസ്സിലാക്കി കഴിയുമ്പോഴേക്കും അവളുടെ ജീവിതം അവളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അച്ഛാ, പിന്നെ അവളെ പഴയ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ബുദ്ധിമുട്ടായിരിക്കും. അതാ ഞാൻ അവളെ വിളിച്ചു കൊണ്ടുവരാന്ന് കരുതിയത്. അച്ഛന്റെ വിഷമം എനിക്ക് മനസ്സിലാവും. എത്ര സ്നേഹിച്ചാലും മനസ്സിലാക്കാത്ത ചിലരില്ലേ അച്ഛ നമ്മുടെ ചുറ്റിലും. അവളും അങ്ങനെ ഒരാളാണെന്ന് കരുതിയാ മതി. സന്ദീപ് പറഞ്ഞ പോലെ അവളുടെ ജീവിതത്തിൽ നമുക്കൊരു സ്ഥാനം അവള് തന്നിട്ടില്ലേ. അവളെ വളർത്തിയതും സ്നേഹിച്ചതും ഒക്കെ നമ്മുടെ കടമ മാത്രമായിരുന്നു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.